ഹലോ ഹായ്, ഞാൻ മഹാചണ്ടാള ബാബാജി. നമ്മുടെ ദീക്ഷാനാമം സ്വാമി വിവേകാനന്ദനാഥ പാദതീർത്ഥർ എന്നാണ്. നമ്മൾ കേരളത്തിലെ വിവിധങ്ങളായ ദേവസ്വം ബോർഡുകളിൽ അംഗീകരിക്കപ്പെട്ട തന്ത്രി പാനലുള്ള ഒരു തന്ത്രിയാണ്. കൂടാതെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ദലിത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു സ്പിരിച്വൽ ലീഡറാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആചാര അനുഷ്ഠാന പദ്ധതികളുള്ള നമ്മുടെ സമൂഹത്തിൽ മദ്യ മത്സ്യ മാംസാദികൾ കൊണ്ട് ആചരിക്കപ്പെടുന്ന കാവുകളും പതികളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്, ഇല്ലേ? അവിടെ പലപ്പോഴും നോക്കിക്കാണുന്ന സമയത്ത് ഈ മദ്യം വെക്കുന്ന സമ്പ്രദായമുള്ളിടത്ത് ഇന്ന് കാണുന്ന മോഡേൺ റമ്മ്, ബ്രാൻഡി, വിസ്കി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ കുപ്പികൾ അതേപോലെ കൊണ്ടുപോയി വെക്കുക. പിന്നെ കൂടാതെ കുപ്പി ഗ്ലാസ് ഉപയോഗിക്കുക, എന്തെങ്കിലും പാത്രങ്ങൾ ഉപയോഗിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും തെറ്റാണെന്ന് പറയാൻ നമ്മളാളല്ല. എന്നിരുന്നാൽ പോലും സമ്പ്രദായം എന്ന് പറയപ്പെടുന്ന ശാക്തേയ, കൗള, മലബാര സമ്പ്രദായങ്ങൾ എപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് നമ്മൾ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ സമ്പ്രദായം പറഞ്ഞു വെച്ചത് അറിയാത്തത് കൊണ്ടാണ് കുപ്പി ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്നും മാറ്റാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് വലിയ കാര്യമായിരുന്നു. ഇത്തരം സമ്പ്രദായങ്ങൾ പലപ്പോഴും പറഞ്ഞു തരാൻ ആളുണ്ടായില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിന് പ്രത്യേക കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഇതങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നിർബന്ധമില്ല. തത് ശിഷ്യ രഹസ്യം കഥനം എന്നാണ് സൂത്രം. ശിഷ്യർക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ്. ശിഷ്യരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പരീക്ഷണങ്ങളിലൂടെ. അപ്പൊ എന്തായാലും ശരി, നമ്മളെ പിതൃക്കളായിട്ട് പൂർവികരായിട്ട് കൊണ്ടു നടക്കുന്ന കാവും പതിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സമ്പ്രദായം, ഇന്നിപ്പോ നമുക്ക് സമ്പ്രദായത്തെ കുറിച്ച് പറയുന്ന നേരത്തെ മലയാളത്തിലൊക്കെ ഇതിന്റെ പ്രമാണങ്ങളൊക്കെ വളരെ ദുർലഭമാണ്. ഒക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഷ്ഠിച്ചും പോരുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതലുള്ളത്. ഇത്തരം കാര്യങ്ങളുടെ പ്രമാണങ്ങൾ സംസ്കൃതത്തിലും തമിഴിലൊക്കെയാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സംസ്കൃതത്തിലുള്ള ചില ശ്ലോകങ്ങളിലൂടെ ഇതിനെ ഒന്ന് വിശദീകരിക്കാം. എന്താണ് പാത്രം, പാത്രത്തിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് വിശദീകരിക്കാം എന്നാണ് കരുതുന്നത്. അപ്പൊ അതിൽ ഏത് വിധത്തിലാണ് ഈ പാത്രങ്ങൾ വേണ്ടേ, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് മദ്യം നമ്മൾ ദൈവങ്ങൾക്ക്, ഇപ്പൊ ചാത്തനോ മാടനോ മാറുതയോ കാളിയോ ഏത് വിധാനമാവട്ടെ, ഏത് വിധാനത്തിലായാലും നമ്മുടെ കാവിലെ ഈ മദ്യം വെക്കേണ്ട സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും മദ്യക്കുപ്പിയൊന്നും പ്രദർശിപ്പിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് പേഴ്സണലായിട്ടുണ്ട്. കാരണം അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. പൂജാമണ്ഡലത്തിൽ നമുക്ക് പൂജാപാത്രങ്ങളോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ വേണ്ടുള്ളൂ. അത് സമ്പ്രദായത്തിന്റെ മറ്റാവശ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റും കുപ്പിയും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് പൂർവിക ആചാരം പിൻപറ്റുന്നത് നന്നായിരിക്കും. അപ്പൊ അതിൽ സമ്പ്രദായം പറയുന്ന ഇപ്രകാരമാണ്: സ്വർണ രൗപ്യ ശില കൂർമ്മ കപാലാലാഭു ബ്രഹ്മയം നാരീ കേല ശങ്ക താമ്ര മുക്ത ശുക്തി സമുദ്ഭവം. ഈ ഒരു ശ്ലോകപ്രകാരം പറഞ്ഞു വെക്കുന്നത് നമ്മളിങ്ങനെ സ്വർണ്ണ എന്ന് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. സ്വർണത്തിലോ അതുപോലെ തന്നെ വെള്ളിയിലോ പിന്നെ അതുപോലെ ശിലയിൽ, നമ്മളെ കരിങ്കല്ലൊക്കെ ഉപയോഗിക്കില്ല, അങ്ങനെ ശിലയിലോ അതുപോലെ തന്നെ ആമത്തോട്, മനുഷ്യന്റെ തലയോട്ടി, ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ചുരക്കയുണ്ടല്ലോ, ചുരക്കത്തോട്, ഇതൊക്കെ രണ്ട് കമണ്ടലൊക്കെ ചുരക്കയുടെ കാര്യങ്ങൾ എടുത്തിട്ട്, അപ്പൊ ചുരക്കടത്തോട് കൂടാതെ മണ്ണിലുള്ള പാത്രങ്ങള്, മൺപാത്രങ്ങള്, നാരീകേലം. നാരീകേലം എന്ന് പറഞ്ഞാൽ ചിരട്ടയായിരിക്കും നമ്മൾ പല ആൾക്കാരും കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ചിരട്ട എന്ന് വേണം നമ്മളത്, ചിരട്ട കേരകപാലം എന്നാ പറയുക. അപ്പൊ ചിരട്ടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ സമ്പ്രദായങ്ങളിൽ. അപ്പൊ ചിരട്ട, പിന്നെ കൂടാതെ ശംഖ്, അതുപോലെ തന്നെ ചെമ്പിന്റെ പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, അതും അല്ലെങ്കിൽ നമ്മൾ ഈ മുത്തുശിപ്പിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു തോട്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ വിശേഷമായിട്ട് കിട്ടും ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മദ്യം വെച്ച് പൂജിക്കപ്പെടേണ്ട പൂജാമണ്ഡലങ്ങളാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള പാത്രങ്ങളൊക്കെയാണ് സ്വീകാര്യം. സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വർണ്ണത്തിലും വെള്ളിയിലും ഒക്കെ ഉണ്ടാക്കി വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പോൾ ആമത്തോട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം ആമത്തോടും ആമ മാംസവും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ആമയുടെ തോടൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ വലിയ കേസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ കപാലം, മനുഷ്യരുടെ തലയോട്ടാണല്ലോ ശരി, നമുക്ക് മരിച്ചുപോയ ആളുകളുടെ തലയോടെ കിട്ടിയിട്ടുണ്ട്. അതും തന്നെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട കേസുകളും വിഷയങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ചുരക്കാത്തോടോ അതുമല്ലെങ്കിൽ നമുക്ക് ഈ മൺപാത്രങ്ങളോ ശംഖോ, ഇതൊന്നും വലിയ ചെമ്പിന്റെ പാത്രങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിന്റെ തോടുകളൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ലഭിക്കുക എന്താണ് ഈ പറഞ്ഞതിൽ? നാരീകേലം, കേരകപാലം, ചിരട്ട ആണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ലഭ്യമാവുക. അതുകൊണ്ട് ആ ചിരട്ടയാണ്
നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന യഥാർത്ഥ സമ്പ്രദായം അനുശാസിക്കുന്ന പാത്രം, മധ്യമപാത്രം എന്ന് പറഞ്ഞാൽ ചിരട്ടയാണ്. അത് കണ്ണുള്ള ചിരട്ട വെക്കുന്ന രീതിയുണ്ട്, കണ്ണില്ലാത്ത വെക്കുന്ന രീതിയുണ്ട്. കണ്ണുള്ള ചിരട്ട വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെ താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഭൂമിയിലൂടെ അത് സ്വീകരിച്ചു എന്നുള്ള സങ്കല്പം. അപ്പോൾ അതായത് സമ്പ്രദായം കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉചിതം പോലെ വിചാരം ചെയ്തുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുസ്ഥാനത്തുള്ള ആളുകളോട് കൃത്യമായിട്ട് നമുക്ക് കാവിനും പതികോ ഗുരുസ്ഥാനം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു ചെയ്യാം. അപ്പോൾ ഈ കേര കപാലമാണ് അല്ലെങ്കിൽ ചിരട്ടയാണ് ഏറ്റവും നല്ല ഒരു നമുക്ക് സ്വീകാര്യമായിട്ട് ചെലവ് കുറഞ്ഞൊരു കാര്യമുള്ളത്. അതിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ ചിരട്ട എന്താ വെച്ചാൽ അതിൻ്റെ മൊരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച വൃത്തിയിൽ ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഭംഗിയാവും, ശ്രേഷ്ഠമാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ എടുത്തു വെക്കേണ്ടത്. പിന്നെ കൂടാതെ ഈ പാത്രങ്ങൾ വെക്കുന്ന നേരത്ത് എന്തുകൊണ്ട് മദ്യക്കുപ്പി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്ലാസ് ആണെങ്കിലും തന്നെ എന്താണ്, പണ്ട് കാലത്ത് നമുക്ക് ഗ്ലാസ് ഇല്ല, ഈ കുപ്പിച്ചില്ലില്ല, കുപ്പിച്ചില്ല് പൊട്ടും ചെയ്യും ഇല്ലേ. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊട്ടിയാൽ പോലും അതിനൊക്കെ ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഗ്ലാസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ സമ്പ്രദായം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല, നമ്മളെ പൂർവികരെയും കാണിച്ചു തന്നിട്ടില്ല. കേരകപാലം ചിരട്ട എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുമ്പോഴും നമ്മൾ തേങ്ങയിലാണ് നെയ് നിറച്ചു കൊണ്ടുപോകുന്നത് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ചിരട്ടയ്ക്കും തേങ്ങയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് നമ്മുടെ നാടിന് തന്നെ ഉണ്ട്. ചിരട്ട തേങ്ങ കടന്നു വന്നൊരു വസ്തുവായിട്ടാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും വന്ന കാലം തൊട്ട് നമുക്കതിനെ ഒരു പ്രാധാന്യം കൊടുത്ത് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഇവിടുന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി അറിയാണ്ടായിരിക്കലും കള്ളും കുപ്പിയൊന്നും ഒരിക്കലും പ്രദർശിപ്പിക്കരുതേ എന്ന് വീണ്ടും പറയുകയാണ്. അത് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. പ്രത്യേകിച്ച് മോഡേൺ റമ്മും ബ്രാൻഡിയും ഒക്കെ അതൊക്കെ തന്നെയാണോ നമ്മൾ അതൊക്കെയാണോ നമ്മളുടെ ഈ വിധാനത്തിന്റെ ദ്രവ്യങ്ങൾ എന്നുള്ള നമ്മൾ വിചാരം ചെയ്യണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാത്രങ്ങൾ വെക്കുമ്പോൾ ആ പാത്രങ്ങൾക്ക് ഷെയ്പ്പ് പറയപ്പെട്ടിട്ടുണ്ട്. ആ ഷെയ്പ്പ് എപ്രകാരമാണെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ആധാരം ത്രിപദം പ്രാഹു എന്നാണ്. രണ്ട് മൂന്ന് ടൈപ്പിലാണ് ഈ പറഞ്ഞ ആധാരം എന്ന് പറഞ്ഞ ഈ പാത്രങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഷഡ്പദം വാ ചതുഷ്പദം അഥവാ വർത്തുലാകാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഷഡ്പദം എന്ന് പറഞ്ഞാൽ 6 കോണുകളോട് കൂടിയതോ, ചതുഷ്പദം 4 കോണുകളോട് കൂടിയതോ, അതുപോലെ തന്നെ വർത്തുലാകാരം വൃത്താകാരത്തിലുള്ള വൃത്തത്തിന്റെ ആകൃതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചിരട്ട വരുന്നത്. മൺപാത്രങ്ങളൊക്കെ പരമാവധി അങ്ങനെ വരും, മൺപാത്രം മറ്റു രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ചിരട്ട പ്രകൃതിദത്തമായിട്ട് തന്നെ വൃത്തത്തിലാണ് 99.99% നമുക്കുള്ള. അപ്പൊ ചിരട്ട വൃത്താകാരമുണ്ട്, നമുക്ക് പ്രത്യേകിച്ചൊന്നും മറ്റു മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള വർത്തുലാകാരം, ഗുര്യാദേവി, മനോഹരം, അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ഇതേ ഷേപ്പിൽ എങ്ങനെ വെച്ചാൽ മനോഹരമാക്കിയിട്ട് ഉണ്ടാക്കി വെക്കണം എന്നാണ് സാക്ഷാൽ പരമേശ്വരൻ നല്ലച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മദ്യത്തിൽ ഈ പാത്രത്തിന്റെ ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പാത്രം ഇന്നതാകാന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ മദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്ന് കാണുന്ന ബിസ്ലേരി സർക്കാരോ മറ്റുള്ളൊക്കെ അടിച്ചിറക്കുന്ന അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുന്ന ഈ ബ്രാൻഡി, വിസ്കി, റമ്മ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പലപ്പോഴും അതൊക്കെ തന്നെ ഈ പ്രകൃതിദത്തമായിട്ട് നമ്മുടെ ഈ സമ്പ്രദായം പറഞ്ഞു വെച്ച കാര്യമല്ല. പലയിടത്തും ഇത്തരം കേന്ദ്രങ്ങളിൽ വലിയ വലിയ കുപ്പികളിൽ ഇതിൻ്റെയൊക്കെ പേരും സ്റ്റിക്കറൊക്കെ വെച്ച് പരസ്യം ചെയ്യുന്ന പോലെയാണ് ലേലം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കതാകാം. പക്ഷെ എന്നാൽ പോലും ഈ നമ്മളെ സംബന്ധിച്ച്, നമ്മളെ പിൻപറ്റുന്നവരെ സംബന്ധിച്ച് നമ്മൾ പറയാം അതൊന്നും ഭൂഷണമായ കാര്യമല്ല. ഒരു ചിരട്ട മദ്യേ ഉള്ളൂ, നമുക്കിതിനെല്ലാം വേണ്ടുള്ളൂ. പ്രത്യേകിച്ച് അധികാരി ഭേദമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അവിടെ നമ്മൾ മദ്യം ഉപയോഗിക്കുന്ന നേരത്ത് ഏതൊക്കെ മദ്യം എന്തൊക്കെ രീതിയിലാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് പ്രത്യേകം ഈ സമ്പ്രദായം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരം പറയുന്നുണ്ട്, നാരീകേല ഭവ ശ്രീത. അപ്പോ നാരീകേല ഭവ ശ്രീത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തെങ്ങുകളില്ലേ, ചെത്തുകള്, ഈ ചെത്തുകൾ വളരെ ശ്രീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പാനസിച്ച ശുഭപ്രദ. അപ്പോൾ ഈ തെങ്ങും കള്ള് ഉപയോഗിക്കുമ്പോൾ അത് വളരെ ശ്രേഷ്ഠം. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും നല്ല രീതിയിലും വലിയ ദോഷമില്ലാത്തൊരു മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ മദ്യം നല്ല ചെത്ത് കള്ളാണ്. ഈ കുത്തിക്കലയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആനമാറ്റി കിടന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മദ്യം അല്ല പറയുന്നത്, നേരെ ചെത്തി ഇറക്കിയ ശുദ്ധമായി ഒരു തരത്തിലും തന്നെ മറ്റ് പുറത്തുനിന്നുള്ള എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത മദ്യം. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നാരി എന്തൊക്കെ കൊണ്ട് ഈ ഒരു എന്താ പറയാ, സാധാരണ കുടിക്കാൻ പറ്റുന്ന പോലെ സോഡ പോലെയൊക്കെ ഒരു സാധനം ഇറങ്ങുന്നില്ലേ. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഈ കള്ളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ കള്ള് അത്ര വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അതൊരു കുടിക്കുമ്പോൾ ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു വസ്തുവാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ശീതാപാനസീച്ച ശുഭപ്രദ മധുഗജ ജ്ഞാനഗരി. അപ്പൊ വെച്ചാൽ പാനസി എന്ന് പറഞ്ഞൊരു മദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ബ്രാൻഡിയും വിസ്കിയും അല്ല, അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ അല്ലെങ്കിൽ പിന്നെന്താണ്, നമ്മൾ സാധാരണ നാടൻ പ്രയോഗത്തിലാണ് ചെത്തുകള്ള് പറഞ്ഞാല് പിന്നെന്താണ് റാക്ക് എന്ന് പറയും, വാറ്റിയ ചാരായം. പക്ഷെ ഇന്ന് നമുക്ക് വാറ്റിയ ചാരായം വീട്ടിലുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റം അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്താണ് സമ്പ്രദായം പറയപ്പെടുന്ന മദ്യങ്ങൾ പാനസി എന്ന് പറയുന്ന മദ്യമുണ്ട്. പാനസി എന്ന് പറയുന്നത് അതെന്താ വെച്ചാൽ ശുഭപ്രദമാണ്, ശുഭകരമായിട്ടുള്ള മദ്യമായിട്ട് പറയാം. മധുഗജ എന്നൊരു മദ്യമുണ്ട്. മധുഗജ ജ്ഞാനഗരി എന്നാണ്. അപ്പോൾ മധുഗജ ജ്ഞാനഗരിയാണ്. അപ്പൊ മധുഗജ എന്നുള്ള മദ്യം നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന് ജ്ഞാനം ഉണ്ടാകണം. മാധുകി രോഗനാശിനി, അടുത്താണ് മാധുകി. മാധുകി എന്ന് പറഞ്ഞ മദ്യം വയ്ക്കുമ്പോൾ അത് രോഗനാശത്തെ വരുത്തുന്നതാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് പേര് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് തലയ്ക്ക് ക്ലിക്കുണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ കിഡ്നി മുറിക്കൊക്കെ അടിച്ചു പോകുന്ന ഒരു സംഭവമല്ല ഈ മദ്യങ്ങൾ. ഇതൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഔഷധ ഗുണമുള്ള വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് അത്തരത്തിൽ 10 മദ്യങ്ങൾ ഉണ്ടാക്കപ്പോൾ മൈരേയം പോലെയുള്ള മദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള വിധികൾ ഈ സമ്പ്രദായം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഈ മദ്യങ്ങളെ ഉണ്ടാക്കി വെക്കേണ്ടത്. അല്ലാണ്ട് ഈ ബീവറേജിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടോ ബാറിൽ പോയിട്ടോ ഒന്നും അത്തരം മദ്യങ്ങളല്ല പറയപ്പെട്ടത്. ഉണ്ടെങ്കിൽ തന്നെ ചിത്തകളിലാണ്. ചിത്തകൾ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ സാധാരണ ചെത്താൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഭഗവാൻ പരമേശ്വരന്റെ സൃഷ്ടികളായിട്ടാണ് പറയാം. അപ്പൊ അവിടെയാണ് വടക്കൻ പറങ്ങോടൻ, മലബാറിലൊക്കെ ഉള്ള വടക്കൻ പറങ്ങോടൻ എന്ന് പറയുന്ന ആ ഗുരു എന്ന സങ്കല്പം ഇതിന്റെ ആദി ഗുരുവാണ്. ആദി ഗുരുവിന്റെ അതെന്തിനു വേണ്ട, ഈ പറയപ്പെടുന്ന താന്ത്രിക യജ്ഞങ്ങൾക്ക്, പൂജാ പദ്ധതികൾക്ക് ഈ പൂജാദ്രവ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മദ്യം ചെത്താൻ പറഞ്ഞത്. നമുക്ക് കുടിച്ചു നശിക്കാൻ വേണ്ടി അല്ല, അതിന് വിധിയുമില്ല. അതുപോലെ തന്നെ ഇപ്പോ 3 മദ്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ മധുര, ബ്രഹ്മക പ്രോക്ത, ചിത്തശോധന സാധന. അപ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട മദ്യം, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ചെത്തുകളിലാവട്ടെ, അല്ലാതെ പറഞ്ഞിട്ടുള്ള മദ്യങ്ങളാവട്ടെ, ഇപ്പൊ മാധുകി ആവട്ടെ, അതുപോലെ മധുഗജയാവട്ടെ, പാനസി ആവട്ടെ, ഇതൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, അത് കൃത്യമായിട്ട് മധുര ബ്രഹ്മക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മദ്യം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബ്രഹ്മജ്ഞാനത്തിനും മധുര ബ്രഹ്മക പ്രോക്ത ചിത്തശോധന സാധന എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഇത്തരം മദ്യങ്ങൾ ഉപയോഗിക്കുന്ന ഈ പൂജാ പദ്ധതിയിൽ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടും മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുമാണ്. ചിന്തിക്കൂ, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, അതുപോലെ തന്നെ മനസ്സിന് ശുദ്ധി ഉണ്ടാവും. അപ്പോൾ മദ്യം എന്നോ അല്ലെങ്കിൽ താന്ത്രികമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ തന്ത്രശാസ്ത്രം പറഞ്ഞു വെച്ച പരമേശ്വരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതെല്ലാം പ്രതീകാത്മക ദ്രവ്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ഇന്നർ മീനിങ് ഉണ്ട്. മദ്യം എന്ന് പറഞ്ഞാല് ആ ആത്മീയതയുടെ പരിപൂർണതയിലുള്ള ആനന്ദത്തിന്റെ അമൃതധാരയാണ്. അല്ലാണ്ട് കള്ള് കുടിച്ച് കള്ള് വെച്ച് കള്ള് പൂച്ച് കള്ള് കുടിച്ച് ചില ആൾക്കാർ ഇങ്ങനെ കുപ്പി ഇടക്കാതെ വെക്കുന്നൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നടക്കുമ്പോഴും അതാണെന്ന് കരുതരുതേ. അതുകൊണ്ട് ഒരിക്കലും ഒരു നന്മയും ഉണ്ടാവാൻ പോകുന്നില്ല. പ്രതീകാത്മകമായ ആരാധനയിലൂടെ പ്രതീകത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അതിന്റെ അന്തസത്തയെ മനസ്സിലാക്കണം. അന്തസത്ത എന്ന് പറഞ്ഞാൽ ആത്മീയ ജ്ഞാനത്തിന്റെ അനുഭൂതി തലമാണ്. അതാണ് അമൃതം എന്ന് പറയുന്നത്. ആ അമൃതത്തെ പാനം ചെയ്യുമ്പോൾ, ആ അമൃതത്തെ അനുഭവിക്കുമ്പോഴാണ് എന്താണ് ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നത്, അതുപോലെ മനസ്സിന് ശുദ്ധീകരണം ഉണ്ടാവുന്നത്. മദ്യമൊക്കെ നമ്മളുടെ ഈഗോ ഒക്കെ ഇല്ലാതാക്കുന്നതൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാൽ പോലും അതിനേക്കാൾ അത് ആ ഈഗോ പോകുമ്പോൾ നമ്മുടെ ശരീരം നശിക്കുന്നുണ്ട്. ആ ശരീരം നശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അസംസ്കൃത സുരാപാന, അവിടെ ആ അസംസ്കൃത ഈ പൂജാമണ്ഡലത്തിൽ വിധിപ്രകാരം ഉപയോഗിക്കാത്ത കള്ള് എവിടെയെങ്കിലും പോയി ബീവറേജിലോ കമ്പനി അടിക്കാനോ കല്യാണത്തിന്റെ അടിയന്തരത്തിന്റെ ഒക്കെ പേരിൽ നമ്മൾ ഈ കമ്പനി കൂടി കഴിയില്ലേ, അതൊക്കെ കഴിച്ചാൽ അസംസ്കൃത സുരാപാന, അതെന്ന് വെച്ചാൽ ദൈവികമായിട്ട് ചെയ്യാത്ത കാര്യങ്ങളാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ തോന്നിയ പോലെ കഴിക്കുന്നതുകൊണ്ട് രോഗത, ദുഃഖത, പാപത കൊണ്ട് പാപകരമാണ്, ദുഃഖകരമാണ്, രോഗകരമാണ്, ധനനാശകരമാണ്, ദാരിദ്ര്യകരമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുരാദർശന മാത്രേണ സർവ പാപേ പ്രമുച്യതേ. ഈ പറയപ്പെടുന്ന മദ്യം, ഇപ്പൊ പൂജാമണ്ഡലത്തിൽ ഇരിക്കുന്ന മദ്യം കാണുന്ന മാത്രത്തിൽ തന്നെ സർവ്വ പാപങ്ങളും ഇല്ലാണ്ടായി നാം. കള്ള് കണ്ടത് കൊണ്ട് പാപം ഇല്ലാണ്ടാവുക എന്ന് പറയുമ്പോഴാണ് ചിന്തിക്കേണ്ടത്. അത് നമ്മൾ സാധാരണ ദ്രവ്യങ്ങളിലല്ല, അല്ലെങ്കിൽ ബീവറേജ് പോയിട്ട് നമ്മൾ കാണുന്ന മദ്യക്കുപ്പികൾ കണ്ടുകൊണ്ട് നമ്മളെ പാപം ഇല്ലാണ്ടാവില്ല. അത് പൂജാമണ്ഡലത്തിൽ പൂജാദ്രവ്യമായി വെച്ച മദ്യമാണ്. ആ മദ്യം തന്നെ അതിന്റെ അന്തസത്തയെ മനസ്സിലാക്കുമ്പോൾ അത് ആനന്ദമാണ്. ആ ആനന്ദത്തെ അനുഭവിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ്, നമുക്ക് പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. അതുപോലെ മദ്യസ്പർശന മാത്രമാണ് തീർത്ഥകോടി ഫലം എന്നാണ്. അപ്പൊ മദ്യം കണ്ട മാത്രയിൽ തന്നെ നമുക്ക് എന്താണ് പാപം ഇല്ലാണ്ടാവും. മദ്യം സ്പർശിച്ചാലോ ഈ തീർത്ഥം, കോടിക്കണക്കിന് തീർത്ഥങ്ങളെ ദർശിച്ച അല്ലെങ്കിൽ അതിൽ കുളിച്ച ഒരു ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോ മദ്യം തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഗുണമാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ആളുകൾക്ക് ഈ കള്ളു കുടിക്കാൻ എടുക്കുന്ന എല്ലാവർക്കും ഗുണം ഉണ്ടാവണ്ടേ. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയണ്ടേ, കള്ളു കുടിച്ചാൽ ഈ നമുക്ക് ജ്ഞാനമോ അല്ലെങ്കിൽ മുക്തിയോ മോക്ഷമോ യോഗിയോ ആകുമെങ്കിൽ നാട്ടിലെ കള്ളു കുടിക്കുന്ന ആളുകളൊക്കെ യോഗിയാവണ്ടേ എന്ന് ഭഗവാന്റെ ചോദ്യം വേറെ കിടക്കുന്നുണ്ട് തന്ത്രശാസ്ത്രം ഉപദേശിക്കുന്ന നേരത്ത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ പ്രതീകാത്മകമായ ദ്രവ്യം വാമാചാരത്തിൽ മദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ദക്ഷിണാചാരത്തിൽ തേനോ അല്ലെങ്കിൽ ഈ തണുത്ത ശർക്കര പായസത്തിൽ തേനൊഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇളനീര് വെട്ടിവെച്ചിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ ദക്ഷിണമാർഗം. വാമാചാരത്തിൽ മദ്യം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ ഈ ജ്ഞാനത്തിന്റെ യഥാർത്ഥ വശത്തിന്റെ പ്രതീകമാണ്. അതാത് വിധാനം പറയുന്ന രീതിയിൽ ആചരണ ദ്രവ്യങ്ങൾക്ക് മാറ്റമില്ല. ആചരണ ദ്രവ്യങ്ങൾ കാവിൽ മദ്യം ഉപയോഗിക്കേണ്ടത് മദ്യം തന്നെ ഉപയോഗിക്കണം. അവിടെ ഇളനീര് വെച്ചിട്ട് കാര്യമില്ല. ഇളനീരിന്റെയും മദ്യത്തിന്റെയും അവസ്ഥ വേറെ തന്നെയാണ്, ഇല്ലേ? അതുപോലെ കുമ്പളങ്ങ വെട്ടിയിട്ട് കാര്യമുണ്ടോ? കോഴിയിറച്ചിയും കുമ്പളങ്ങയ്ക്കും വ്യത്യാസമില്ലേ? അതുകൊണ്ട് തന്നെയാണല്ലോ വെജിറ്റേറിയൻസ് കോഴിയിറച്ചി കഴിക്കാത്തത്.
അപ്പൊ അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ രീതിയിൽ നമ്മൾ യഥാർത്ഥ ദ്രവ്യങ്ങൾ ഇപ്പൊ മദ്യം വെക്കുന്ന സമയത്ത് മദ്യം വെക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീണ്ടും പറയുന്നു, ചെത്തുകളിലോ അല്ലെങ്കിൽ പറയപ്പെട്ടിരിക്കുന്ന 4-5 ടൈപ്പിലുള്ള മദ്യങ്ങൾ കൂടെ 10-12 ടൈപ്പുള്ള മദ്യങ്ങൾ തന്ത്രശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വിധി പ്രകാരം ഇപ്പൊ ഈ ക്രിസ്ത്യൻസ് ഒക്കെ വീഞ്ഞൊക്കെ ഉണ്ടാക്കില്ല, ഇതേ പ്രകാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ആ മദ്യത്തെയാണ് ഉപയോഗിക്കേണ്ടത്. അത് വലിയ ശരീരത്തിന് ദോഷങ്ങൾ ഉണ്ടാക്കില്ല, ചെറിയൊരു മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ ഈ വൈദിക യാഗത്തിന് സോമലത ഇടിച്ചു വിഴിഞ്ഞുണ്ടാക്കുന്ന മദ്യം പോലെ നമുക്ക് ദോഷം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മറ്റ് ലിക്കറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യഥേഷ്ടം കഴിക്കുന്നത് കൊണ്ടും അത് ശരീരത്തിനും ദുഃഖത്തിനും കുടുംബത്തിലും ഒക്കെ ദോഷമേ ഉണ്ടാക്കുള്ളൂ, ഒരു ലാഭവും ഇല്ല. മദ്യം കഴിച്ച് നന്നായവർ ഈ ലോകത്തില്ല, മദ്യം വിറ്റ് നന്നായവരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മദ്യം വിഷമാണ് എന്ന് പറഞ്ഞു വെച്ചത്. മദ്യം വിഷമാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ വിഷയാവും, ആകെ മൊത്തം നാശാകും. അതുകൊണ്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ദ്രവ്യം വിധി പ്രകാരം, അതിൽ മാറ്റമില്ല എന്ന് വീണ്ടും പറഞ്ഞു. സമ്പ്രദായം പറഞ്ഞ കുലദ്രവ്യങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് അതാ വിധി പ്രകാരം പറയപ്പെടുന്ന പാത്രങ്ങൾ ഗ്ലാസും മറ്റും ഒക്കെ മാറ്റി പറയപ്പെടുന്ന ചെമ്പോ അല്ലെങ്കിൽ കേരകപാലോ അതുമല്ലെങ്കിൽ സ്വർണ്ണപാത്രമോ വെള്ളിപ്പാത്രമോ ചെമ്പുപാത്രമോ ചുരക്കത്തോടോ അവനാൻ എന്താ സാധിച്ചാൽ അത് എടുത്ത് വെച്ച് അതിലേക്ക് ആ പാത്രം നിറച്ച്, ഒരുപാട് മദ്യം എന്നല്ല, എടുക്കുന്ന പാത്രം നിറച്ച്, അതുകൊണ്ട് ചെറിയ പാത്രം, വലിയ പാത്രമോ ശുഷ്കിച്ച പാത്രമോ പാടില്ല, വളരെ ചെറുതോ വലുതോ പാടില്ല, ഒരു ഇടത്തരം ഒരു പാത്രം, കൊണ്ട് ചിരട്ടയൊക്കെ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ വെച്ച് അത് തർപ്പണം ചെയ്ത് അത് ദേവതയ്ക്ക് സമർപ്പിക്കുക. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞ പോലെ എന്താണ്, ക്ഷേത്രത്തിലൊക്കെ പോയി ഈ തീർത്ഥമൊക്കെ കിട്ടില്ലേ നമുക്ക്, ആ തീർത്ഥം കിട്ടും, ഒരു ഉഴുന്നുമണിയോളം എന്താണ് സേവിച്ചാൽ മതി. അതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന സമ്പ്രദായ നിലനിർത്തി നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മുടെ ആചാരാനുഷ്ഠാന പദ്ധതി നിലനിർത്തുകയും എന്നാൽ എന്താണ് ഒരു ദുഷിച്ച മാർഗത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. കാലത്തിനനുസരിച്ചുള്ള പരിഷ്കരണം എല്ലായിടത്തും വേണം. നമ്മൾ തെറ്റായ ചിന്തയിൽ മദ്യം എന്തോ കാര്യമാണെന്ന് കരുതി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കുടുംബം നശിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മദ്യം വെച്ച് പോയിച്ച ആളുകളൊക്കെ പല തറവാടുകളും നശിച്ചതും അതിനോട് ഇഷ്ടമില്ലാത്തതിന് കാരണം എന്താ, മദ്യത്തിന്റെ കുഴപ്പമല്ല, നമുക്കത് അറിയാതെ അത് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ മദ്യം വെക്കുന്നത് വേണ്ട എന്നല്ല, ഒന്നും ഈ ലോകത്ത് വേണ്ട എന്ന് പറയാൻ നമ്മൾ ആളല്ല, അത് പറയുന്നത് തെറ്റുമാണ്. എല്ലാം ഒന്നും ഉപേക്ഷിക്കുകയല്ല, എല്ലാം നിയന്ത്രണം വരുത്തുകയും കാലത്തിനുള്ള മാറ്റം വരുത്തിക്കൊണ്ട് അതിനെ അതേ വിധം നിലനിർത്തുക എന്നതാണ് ഉചിതമായ കാര്യം. ആ ഒരു ഉചിതമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട്, അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം കോപ്പി ഗ്ലാസ്സോ അല്ലെങ്കിൽ മോഡേൺ വിസ്കിയും റമ്മും ബ്രാൻഡിയും വെച്ച് ലിറ്റർ കണക്കിന് വെച്ച് അത് ദൈവമാണെന്നൊന്ന് കുടിക്കാൻ പറ്റുള്ള ചില ആൾക്ക് തോന്നാം ചാത്തനൊക്കെ കള്ളു കുടി പ്രിയനല്ലേ എന്നൊക്കെ തോന്നാം. ചാത്തനൊന്നും കള്ളു കുടിച്ച് റോഡ് സൈഡിൽ കിടക്കുക അടി ഉണ്ടാക്കുകയൊന്നും ചെയ്യണില്ലല്ലോ. അല്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ട് ശരീരത്തിന് കിഡ്നി അടിച്ചു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവിടേക്കാണ് സ്വയം ബുദ്ധി ഉപയോഗിക്കുക. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തീറ്റയും കുടിയുമല്ല, കൗളമാർഗം മലബാറെ സംബന്ധിച്ച് ശാസ്ത്രം തീറ്റയും കുടിയുമല്ല, തീറ്റയും കുടിക്കും എതിരുമല്ല. അത് ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് കഴിക്കണം. അതും തന്നെ അതിനൊക്കെ നിയന്ത്രണവും നിയമവും ഉണ്ട്. അതറിയാതെ നമ്മൾ കേവല ഭക്തിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ കുടുംബം നശിക്കും, വ്യക്തി നശിക്കും. അതുകൊണ്ടൊരു നന്മ ലോകത്തിന് കൊടുക്കാനുമില്ല. നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മദ്യമൊക്കെ ഈ ലോകത്തുള്ളതിനൊന്ന് കുടിക്കുന്നവരുണ്ട്. പക്ഷെ എന്താണ്, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അറിഞ്ഞാതിരിക്കുക. അമൃതം ഇല്ലേ, അമൃതം അമിതമായാൽ അതും വിഷമെന്നല്ലേ പറയാം. അത് വിഷം, ഏത് കാര്യം അമിതമാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രത്തെ അറിഞ്ഞ് ആചരിക്കണം. വേണ്ടാന്നല്ല പറഞ്ഞ് അത് ചിന്തിച്ച് പ്രവർത്തിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സർവനാശം സുനിശ്ചിതമാണ് എന്നുള്ളത് ഈ ലോകത്ത് ഇവിടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, ദ്രവ്യത്തിനെ മാറ്റിക്കൊണ്ട് ദ്രവ്യം ഇല്ലാണ്ടാക്കിക്കൊണ്ടോ സമ്പ്രദായം വേണ്ടാന്ന് വെക്കുകയല്ല. ഈ സമ്പ്രദായ കുലാചാര പദ്ധതികൾ അതേ വിധം ആചരിക്കുക. അറിഞ്ഞാചരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കാണും. ഇത് ഈ സംസ്കാരത്തെ, ഈ ധർമ്മം പിൻപറ്റുന്ന ആളുകളെ, ഈ ധർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിലും നമ്മൾ അറിഞ്ഞാചരിക്കുക. അല്ലെങ്കിൽ ഈ സമ്പ്രദായം ഇല്ലാതാവുമ്പോൾ നമ്മൾ മറ്റൊരു സമ്പ്രദായത്തിന് കീഴ്പ്പെടുകയും അത് സാമ്പ്രദായികമായ ആത്മീയ അടിമത്വത്തിന് കാരണമാവുകയും ചെയ്യും. ആത്മീയ അടിമത്വവും ഒരു വലിയൊരു അടിമത്വമാണ്. ഈ ലോകത്തുണ്ടായ അടിമത്വത്തിനൊക്കെ ആധാരം ഈശ്വരീയമായ പദ്ധതികൾ കൊണ്ടാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ അടിമത്വം ആത്മീയ അടിമത്വമാണ്. ആത്മീയ അടിമത്വത്തിൽ നിന്നാണ് ഭൗതിക അടിമത്വം ഉണ്ടായി വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭൗതിക അടിമത്വം രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ആത്മീയ അടിമത്വം ഇല്ലാതിരിക്കുകയാണ്. ആത്മീയ അടിമത്വം ഇല്ലാതിരിക്കണമെങ്കിൽ സ്വന്തം ധർമ്മത്തെ കാലാനുസൃതമായി പരിവർത്തന വിധേയമായിക്കൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് ഒന്നിനെ നഷ്ടപ്പെടുത്താതെ അതിനെ അതേവിധം അതിന് അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആ ബാഹ്യമായ ദ്രവ്യങ്ങളും ആന്തരികമായ ആത്മജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതിനാകട്ടെ, അതിനറിയാണ്ടെയാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ അതിന് മറ്റു വെട്ടിനി അല്ല, മറ്റു രീതിയിൽ കുപ്പിയും ഗ്ലാസും മദ്യവും മോഡേൺ റമ്മും വൈസ്കിയും വെക്കുന്നവർക്ക് അത് വെച്ച് പോകാം. അത് അവരുടെ വിശ്വാസം, അവരുടെ ഇഷ്ടമാണ്. നമ്മെ പിൻപറ്റുന്നത് നമുക്ക് പറയുന്നത് അതല്ല രീതി. അതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു എങ്കിൽ അതിന്റെ കാരണങ്ങൾ ഗുരുക്കന്മാരോട് ചോദിച്ചും മനസ്സിലാക്കണം എന്നുകൂടി പറയണ. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ അഹോരി നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.